വ്യവസായ സ്ഥാപനങ്ങൾ ഏറെയുള്ള ജില്ലയാണ് എറണാകുളം. മമ്മൂട്ടി, മോഹൻലാലും അടക്കം ഒട്ടേറെ താരങ്ങൾ എറണാകുളത്ത് വസിക്കാറുണ്ട്. ജില്ലയിലെ 35 ലക്ഷം ജനങ്ങൾ കുടിവെള്ളത്തിനായി പെരിയാറിനെയാണ് ആശ്രയിക്കുന്നത്. 300 ദശലക്ഷം ലിറ്ററിലധികം വെള്ളമാണ് പെരിയാറിൽ നിന്നും ദിവസവും ശുദ്ധീകരിച്ച് വിതരണം ചെയ്യുന്നത്. എന്നാൽ മമ്മൂട്ടി, മോഹൻലാലും അടക്കം ജില്ലയിലെ ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങൾ കുടിക്കുന്നത് വിഷവെള്ളം ആണ് എന്ന് വേണം പറയാൻ. 2000-ൽ ഗ്രീൻ പീസ് നടത്തിയ പഠനത്തിൽ പെരിയാർ നദിയുടെ വ്യവസായ മേഖലയുമായി ചേർന്ന പ്രദേശങ്ങൾ രാസമാലിന്യങ്ങളുടെ ഹോട്ട്സ്പോട്ട് ആണെന്ന് കണ്ടെത്തിയിരുന്നു. പെരിയാറിൽ പുറന്തള്ളുന്ന വ്യാവസായിക ഗാർഹിക മാലിന്യങ്ങളോ ഉപ്പുവെള്ളമോ ശുദ്ധീകരിക്കാനുള്ള സംവിധാനങ്ങൾ നിലവിൽ അവിടെയില്ല. ജനങ്ങൾ കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്ന പെരിയാറിൽ ദിവസവും രാസമാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുകയാണ്. വിദേശ സർവകലാശാലകളും മറ്റ് ഏജൻസികളും 60-ലേറെ പഠനങ്ങൾ നടത്തി പെരിയാറിലെ രാസമാലിന്യങ്ങൾ മൂലമുണ്ടാകുന്ന ഗുരുതരാവസ്ഥയെപ്പറ്റി വ്യക്തമാക്കിയിട്ട് പോലും വേണ്ട നടപടി സ്വീകരിക്കാൻ അധികാരികൾ തയ്യാറായിട്ടില്ല. നാരദ ന്യൂസ് ആണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.